ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇന്ന് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഏത് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ യു എസിൽ ജോബ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവായിട്ടാണ് യു എസ് മാർക്കറ്റിനെ ബാധിച്ചത്. ഇന്നലെ തൊട്ട് യു എസ് മാർക്കറ്റ് എത്രയാണ് 2 to 3% ഡൗൺ ആയിരുന്നു. ഓക്കെ, ഇന്നലെ രാത്രി തന്നെ യു എസ് മാർക്കറ്റ് നല്ല ഡൗൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ആ ഒരു യു എസ് മാർക്കറ്റിൻ്റെ ആ ഒരു ഗ്ലോബൽ ഡേറ്റ എന്താണ് നമ്മുടെ മാർക്കറ്റിനെ ബാധിച്ചു. അപ്പം എന്താണ്, നമ്മുടെ മാർക്കറ്റും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, നിയർലി ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഒരു 384 ആ അത്രയും ലെവലിൽ ഗ്യാപ്പ് ഡൗണ്. നിഫ്റ്റി ആണെങ്കിൽ എത്രയാണ് 184 ആ ഒരു ലെവലിൽ നമുക്ക് എന്താണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ലെവൽസ് എല്ലാം എന്താണ് CP അതിന് ഡൗൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയതേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ലെവലായിരുന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പം വരച്ചേക്കുന്നത് 24.9 ആ ഒരു ലെവലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു എൻട്രി എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനായിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ ആ ഒരു ലെവലിൽ തന്നെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടുന്ന് തന്നെ മാർക്കറ്റ് എന്താണ് കയറി. അപ്പോൾ ഈ ഹൈ കട്ട് ചെയ്ത് എന്നിട്ട് എന്താണ് ഡേയിലോടെ നിയറിൽ വന്നിട്ട് അവിടുന്ന് ഒരു മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് നമ്മൾ എന്താണ് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ലൈവ് ട്രേഡ്സിൻ്റെ ഇതിൽ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് വളരെ കൺസോൾട്ടേഷൻ. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ലെവൽസ് ഒന്നും ടച്ച് ആയില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ബാങ്ക് നിഫ്റ്റി വന്നേക്കുന്നത് എന്താണ്, അപ്പോൾ നമ്മുടെ ആ ഒരു നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവൽ എത്രയാണ് 51,239. പിന്നെ ഇതാണ് ഈ ലെവൽ. അപ്പോൾ ഇതിൻ്റെ നടുക്കാണ്, അതായത് ഡൗൺ സൈഡിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. അപ്പോൾ ഈ രണ്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ല. പിന്നെ മാർക്കറ്റ് ഏതാണ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അത് ആ ഒരു ലിക്വിഡിറ്റി എന്താണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ എക്സ്പയറി കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഈ ലൈൻസെല്ലാം ഓൾറെഡി ഗ്യാപ്പ് ഡൗണിലായല്ലോ. അപ്പോൾ ഈ ലൈൻസിലൊന്നും ലിക്വിഡിറ്റി കാര്യങ്ങളൊന്നും ഇനി വർക്ക് ആവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മെയിനായിട്ട് നോക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. എത്രയാണ് 25,321 എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഇവിടെ നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ആ ഒരു ഡൗൺ സൈഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ മാറി ചെയ്തേക്കുന്നത് 24,998 24,964 ആണ്. ആ ഒരു ലെവൽസാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരു ലിക്വിഡിറ്റി വന്നേക്കുന്ന ആ ഒരു ലെവൽ ഏതാണ്? ഓക്കെ, ഇന്ന് ഈ ഒരു ലെവലിൽ നിന്നല്ലേ ഡേ ഹൈ ഈ ഒരു ക്യാൻഡിലായിരുന്നു എത്ര 13-15 വരെ ഹൈ. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത ഏതാണ് ഈ ഒരു ക്യാൻഡിൽ വെച്ചാണ്, ഈ ഒരു ക്യാൻഡിൽ പുൾ ബാക്ക് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏതാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഓഫ്കോഴ്സ് നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് ആക്ച്വലി ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ് കേട്ടോ. ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കൺസിഡർ ചെയ്യാം. നാളത്തേക്കുള്ള ട്രേഡ്സ് ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്ക് വേറെ ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷേ എന്താണ് നമുക്ക് ഈ ഇന്നത്തെ ഡേ ലോയും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്തേക്കാം. ഓക്കെ, ഇന്നത്തെ ഡേ ലോ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. കാരണം ഇന്നത്തെ ഡേ ലോ കാരണം മാർക്കറ്റ് ഇത്രയും ഗ്യാപ്പ് ഡൗൺ വന്നിട്ടും ആ ഒരു ലെവലിൽ ഇന്ന് ബൈയിങ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ എത്രയാണ് 25,083 മാർക്കറ്റ് ഓപ്പൺ ആയത്, അതായത് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയത്. എന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ആയത് എത്രയാണ് 25,206. ഓക്കെ, നിയർലി 180 പോയിൻറ്റ്സോളം മാർക്കറ്റ് എത്രയാണ് അപ്പ് സൈഡിലോട്ട് 120 പോയിൻറ്റ്സോളം മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈയിങ് സൈഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പിന്നെ ഡേ ഹൈ. ഓക്കെ, ഡേ ഹൈ നമുക്ക് ഇന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട, ബട്ട് ഒരു പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് എന്താണ് ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് അതും കൂടെ എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിഫ്റ്റി നാളത്തെ എക്സ്പയറി അപ്പം ഏത് റേഞ്ച് ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിബിളി എത്രയാണ് 25,322 എത്രയാണ് ഈ 25,000 ഇൻ ബിറ്റ്വീൻ നടക്കാനാണ് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ചാൻസ് കൂടുതൽ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാളെ ഇൻ കേസ് ഇപ്പോൾ മാർക്കറ്റിൽ നാളെ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടുന്ന് അതായത് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് മാർക്കറ്റ് വന്നു. ഓക്കെ, ഇൻ കേസ് ഇപ്പോൾ ഇവിടുന്ന് ഒന്ന് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ആയതിന് ശേഷം പിന്നെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്ന പോലെ ഇരിക്കും നാളത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു അപ്പ് സൈഡിലോ അല്ലെങ്കിൽ ഡൗൺ സൈഡിലോട്ടുള്ള ഒരു മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ കേസ് നാളെയും മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടുന്ന് നിന്ന് ഉള്ള ഇത്രയും ഗ്യാപ്പ് ഡൗൺ ആകുമ്പോഴത്തേക്കിന് ഈ ഒരു ലിക്വിഡിറ്റിയിൽ ബൈയിങ് നടക്കുമോ എന്നുള്ളത് ഡൗട്ടാണ്. ബട്ട് എന്നാലും നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടുന്ന് ഒരു ബൈയിങ് നടക്കുകയാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ പിന്നെ തിരിച്ച് ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ വന്ന് ടാപ്പ് ആകുമ്പോഴത്തേക്കിന് എത്രത്തോളം ഇവിടുന്ന് പിന്നെയും ഒരു ബൈയിങ് നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ,
അപ്പം ഈ രണ്ട് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് നമുക്ക് നിഫ്റ്റിയിൽ വന്നിരിക്കുന്നത്. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇന്നലെ വരച്ചേക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി ലെവൽസ് തന്നെയാണ് വരച്ചത്. പിന്നെ ഞാൻ ഇന്ന് മാർക്കറ്റ് ടൈമിൽ വരച്ചേക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടല്ലോ, ആ ഒരു ലിക്വിഡിറ്റി അതായത് 51,503 പിന്നെ എത്രയാണ് 51,259 ആ ഒരു ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്താണ് നമ്മുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ലെവൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നാളെ നോക്കാം ഉള്ള ഇമ്പോർട്ടൻ്റ് ലിക്വിഡിറ്റി ലെവൽസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് ട്രേഡ്സിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഞാനൊരു ഷോർട്ട് വീഡിയോ പോലെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കയറി കാണാം. ഓക്കെ, പിന്നെ നമുക്ക് മെയിനായിട്ടും വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വ്യൂസ് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലിൽ മുമ്പോട്ടുള്ള ഒരു ജേണിയിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, കാരണം മാക്സിമം ലൈക്ക് കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോസിന് കിട്ടുന്നില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. നാളെ അപ്പം നിഫ്റ്റി ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാളെ അപ്പോൾ എക്സ്പയറി ഡേയും കൂടെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു ഓൾ.